മഴ ശക്തമായതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ടും ദുരിതങ്ങളും ആരംഭിച്ചു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. ദേശീയപാത മുരിങ്ങൂരിൽ വെള്ളം കയറി. അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കേരളത്തിൽ 9 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ ശക്തമായതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ടും ദുരിതങ്ങളും ആരംഭിച്ചു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. കയ്പമംഗലം 7-ാം വാർഡ് ചളിങ്ങാട് ഒറ്റത്തെ സെന്ററിന് കിഴക്ക് പൂപ്പുള്ളി വീട്ടിൽ അബ്ദുൽ ഹക്കീം മൗലവിയുടെ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ ആളപായമില്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ വെള്ളക്കെട്ട്. പെരിഞ്ഞനം കൊറ്റംകുളം സെന്ററിന് സമീപം പുളിഞ്ചോട് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. റോഡിലെ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞതോടെ ബൈക്ക് യാത്രികർ അപകടക്കെണിയിലായി. നേരത്തെ തന്നെ ഇവിടെയുണ്ടായിരുന്ന കുഴികളിൽ വെള്ളം കയറിയതോടെ കുഴിയുണ്ടെന്നറിയാതെ വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ നിരവധി ബൈക്ക് യാത്രക്കാർ കുഴിയിൽ വീണതായി പരിസരത്തുള്ളവർ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിയും മത്സ്യത്തൊഴിലാളിയുടെ ബൈക്കും കുഴിയിൽ വീണിരുന്നു. അപകടം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 9 ജില്ലകളിൽ അതിശക്തമായതോ ശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കിയിലാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. വടക്കൻ തമിഴ്നാട് മുതൽ കർണാടക, തമിഴ്നാട്, വടക്കൻ കേരളം വഴി ലക്ഷദ്വീപ് വരെ 1.5 കിലോമീറ്റർ മുകളിൽ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.